തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. തിരുവഞ്ചൂർ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബാർക്കോഴ കേസ് ഏത് തരത്തിലൊക്കെ ഇവിടെ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്, ഏതൊക്കെ സമരങ്ങൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ, അതായത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നു, സമയം കൂട്ടിക്കൊടുക്കുന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നു. അതിനെതിരെയുള്ള വിമർശനവും ചർച്ചയും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം? ശ്രീ ജയശങ്കർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള എല്ലാ നടപടികളും ബാറുകൾക്ക് അനുകൂലമാണ്, മദ്യവിൽപ്പനയ്ക്ക് അനുകൂലമാണ്. അത് ഏത് രൂപത്തിൽ നിന്നുള്ളത് അതിന്റെ പാരോമീറ്ററുള്ള ചളക്കുന്ന കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അത് ബാറുകൾക്ക് അനുകൂലമായ വ്യാഖ്യാനങ്ങൾ നടത്തി ബാർക്ക് അനുകൂലമായി പോകണം. ഒരു വാർഡിനകത്ത് 3 ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് കൊടുത്താലോ, ബാർ കൊടുക്കരുതാത്ത മുഴുവൻ സ്ഥലങ്ങളിലും കൊടുത്താലോ, അതേസമയം വിദേശ മദ്യത്തിന് വില കൂട്ടി അതിന് വേണ്ടിയുള്ള വേറൊരു നടപടി കൂടി എടുത്താലോ, ഇതൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ചെയ്യുന്ന നടപടിയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് നയത്തിനകത്തെ വ്യതിചലനം എന്നുള്ള നിലയിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം. സ്വാഭാവികമായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഗവൺമെന്റ് എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. 1000 ബാറുകളാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേട്ടമാണ് 1000 ബാറുകൾ കേരളത്തെ അനുവദിച്ചു എന്നുള്ളത്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നത് പറ്റിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണിത്. ഇതൊക്കെ ചെയ്തിട്ടും ജനങ്ങളുടെ മുമ്പിൽ നല്ല വെള്ളം കവിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിരോധാഭാസം. അല്പം മുൻപ് ശ്രീ തിരുവഞ്ചൂർ വി സുനിൽകുമാർ പൂർണ്ണമായി ഇതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട്. അനുമോന്റെ ഈ ശബ്ദത്തെ തന്നെ, അതായത് ഇങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല, പണം പിരിച്ചിട്ടില്ല, അങ്ങനെ പണം പിരിക്കുന്നുമില്ല എന്നുള്ള തരത്തിൽ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തീരുന്നിടത്ത് ഈ ഒരു വിവാദം കെട്ടടങ്ങുമോ? അതെങ്ങനെ തീരുന്ന? അയാളുടെ മേൽ 2ാം സമ്മർദ്ദം വന്നപ്പോഴോ? ആദ്യത്തെ സമ്മർദ്ദത്തിന് പിരിക്കാൻ തീരുമാനിച്ചത്, 2ാം സമ്മർദ്ദം വന്നവർ രഹസ്യമായി പിരിക്കണമെന്ന് തീരുമാനിച്ചത്. ആ 2ാം സമ്മർദ്ദം വന്നപ്പോഴാണ് ഞാനിതിൽ അറിഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെ കള്ളത്തരമുണ്ടോ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുണ്ട്. ശരി, ഞാൻ ഇതിലേക്ക്